ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഭാഗം പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്ന സാധാരണ മീൻപിടുത്തക്കാരായ ആളുകൾ എങ്ങനെ മനുഷ്യരെ പിടിക്കുന്ന ദൗത്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അമേരിക്കയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ പുറകിൽ ഒരു ഫിഷിൻ്റെ എംബ്ലം വെക്കാറുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒക്കെ നേരത്തെ യാത്ര ചെയ്തപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരും. ഒന്നുകിൽ ഒരു പാസ്റ്ററോ ഒരു സുവിശേഷ വേലക്കാരനോ ആയിരിക്കാം ആ കാറ് ഡ്രൈവ് ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് താല്പര്യമുള്ള ആളായിരിക്കാം. ദൈവമേ, അവർ പോകുന്ന യാത്രയെ അനുഗ്രഹിക്കണമെന്ന് അറിയാതെ തന്നെ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് ഒരു ഡോക്ടർ സഞ്ചരിച്ചാൽ ആ വാഹനത്തിന് ഡോക്ടറുടെ എംബ്ലം ഉണ്ടാകും. ഏത് ട്രേഡിനുള്ളവരെ അറിയത്തക്ക രീതിയിൽ അത് കാണിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അയാൾ പറയുന്ന പോലെ സുവിശേഷ ദൗത്യത്തിലായിരിക്കുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾക്കറിയത്തില്ല. എന്നിരുന്നാലും സുവിശേഷത്തിൻ്റെ ദൗത്യമായി ഇറങ്ങിയ ഈ മീൻപിടുത്തക്കാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെ വിളിച്ചപ്പോൾ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം അവർക്ക് കൊടുത്തു. അത് സത്യമായ കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ഭാഗത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര വലിയ കാച്ച്മെൻറ്റ് കിട്ടിയവർ അതെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചു. കർത്താവോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അത് സംഭവിച്ചോ? തീർച്ചയായിട്ടും 3000 ആളുകളെ കർത്താവിലേക്ക് നേടിയെടുക്കുവാൻ പത്രോസിന് കഴിഞ്ഞു. എന്നാൽ അവിടെ കൊണ്ട് ആ ദൗത്യം തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇതാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ദൗത്യം. അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ സാധാരണക്കാരിൽ സാധാരണക്കാരെ ആളുകളെ ആയിരിക്കും മിക്കവാറും കർത്താവ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള സത്യം നമുക്കറിയാം. അത് എന്തുകൊണ്ട് ദൈവത്തിന് അങ്ങനെയുമുണ്ടോ? എല്ലാ ക്ലാസ്സിലുള്ളവരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാറുണ്ട്. പൗലോസ്, അത് നമുക്കറിയാമല്ലോ, എക്സെപ്ഷനായി പഠിച്ച് എല്ലാ വൈദഗ്ധ്യവും നേടിയ ബർന്നബാസ്, ഇങ്ങനെയുള്ളവരും കർത്താവിനെ അംഗീകരിച്ച് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പത്രോസിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും യോഹന്നാനെക്കുറിച്ചും നാം പഠിക്കുകയാണെങ്കിൽ അവിടെ ട്രേഡ് വിഭിന്നമായി മനുഷ്യരെ പിടിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് അവരെ കൊണ്ടുവന്നു. ഇത് ഒരു സത്യമായി നിലനിൽക്കുമ്പോൾ ഇതിനു വേണ്ടി എന്തും ചെലവിടുവാനും ചെലവാക്കുവാനും ജീവനെ തന്നെ കർത്താവിന് വേണ്ടി അർപ്പിപ്പാനും ഈ പറഞ്ഞവർക്കെല്ലാം ഇടയായി എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മെ വിളിക്കുക യോഗ്യമാവണ്ണം കർത്താവ് നിന്നെ ഏത് സ്റ്റേജിലാണ് വിളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി മനുഷ്യരെ പിടിക്കുന്നവരായി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.